ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ആ വാക്യത്തിൻ്റെ 2 ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. 2 പത്രോസ് 2:14. ആ വാക്യം വായിച്ചിട്ടുണ്ടാകുമോ എന്നറിയത്തില്ല. ഞാൻ ഒത്തിരിയൊന്നും സത്യസന്ധമായിട്ട് പറയുന്നു, ഈ വാക്യത്തിൽ നിന്ന് പ്രസംഗിച്ച് കേട്ടിട്ടില്ല. വളരെ കുറച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ വാക്യം ഇങ്ങനെയാണ്: അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവർ. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, നമ്മുടെ വീഡിയോയുടെ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ളത് പാപം കണ്ട് തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവർ എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ചിന്തിച്ചത് അതിനോടൊപ്പമുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് ഇടണമെന്നാണ്. വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്നവർ എന്നുള്ള പദം. പക്ഷെ അത് പെട്ടെന്ന് ആൾക്കാർ പുതുതായിട്ട് കേൾക്കുമ്പം അവർക്ക് ഒരു മനസ്സിനൊരു വിഷമം ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അത് ഒഴിവാക്കിയത്. പക്ഷെ വചനത്തിൻ്റെ അകത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്നവർ പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവർ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് പാപത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും എൻ്റെ ഹൃദയത്തിൽ നൽകി തന്ന ചില ചിന്തകൾ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അത് അനുഗ്രഹമായി തീർന്നു എന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സന്ദേശത്തിൽ കണ്ണുകളിലൂടെയുള്ള പാപം, അല്ലെങ്കിൽ കണ്ണുകൾ പാപത്തിൻ്റെ വാതിലാകുന്നു എന്നുള്ളത് ഒരു സന്ദേശം, എന്നൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്നുള്ള വാക്യത്തിന് ആസ്പദമാക്കിയിട്ടാണ് അന്നൊരു മെസ്സേജ് കൊടുത്തിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, യേശു പറഞ്ഞത് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ശരിയാണെങ്കിൽ ശരീരം ശരിയാകും, കണ്ണ് മോശമെങ്കിൽ ശരീരം, ആ വ്യക്തിയുടെ ജീവിതം മൊത്തം മോശമാകും. അതിൻ്റെ അർത്ഥം ആക്ഷരികമായ കണ്ണുകൾ ശരിയാണോ മോശമാണോ എന്നുള്ളതല്ല. അങ്ങനെ അതിനെ ഒരിക്കലും നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റത്തില്ല. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടുകളിൽ പാപത്തോടുള്ള അവൻ്റെ സമീപനം, ഞാൻ പറഞ്ഞു, മോഹമാണ് പാപം എന്ന് പറയുന്ന ഒരു ആക്റ്റിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് മോഹം ഉണ്ടാകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിലൊക്കെ പാപവുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകളാണല്ലോ കൂടുതലായിട്ടുള്ളത്. ഇതിങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദൈവവചന ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ട് ദൈവം തരുന്ന സന്ദേശങ്ങൾ, ദൈവം എന്നോട് വ്യക്തിപരമായിട്ട് ഇടപെട്ട സന്ദേശങ്ങളാണ്. നമ്മളൊക്കെ മനുഷ്യ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യതകളുണ്ട്. കാരണം എന്താ പറയുന്നത്, ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇത്തരത്തിലുള്ള വിചാരങ്ങളും വികാരങ്ങളും എല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷെ ഇത് ദൈവം പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം തന്നതാണ്. കുടുംബ വർധനവിന് വേണ്ടി, കുടുംബ സമാധാനത്തിന് വേണ്ടി, പരസ്പരമുള്ള സ്ത്രീ പുരുഷ ബന്ധത്തിൽ, കുടുംബജീവിതത്തിൽ ആ ഒരു ഒത്തൊരുമയിൽ ഒക്കെ ജീവിച്ചു പോകുന്നതിന് ദൈവം മനുഷ്യന്റെ ഉള്ളിൽ തന്നെ തന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെ പലപ്പോഴും നമ്മളതിനെ ദുരുപയോഗം ചെയ്ത് തെറ്റായ വഴികളിലേക്ക് പോകുമ്പോൾ നമ്മൾ പാപത്തിന് അടിമപ്പെട്ട് ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത വലിയ ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോകുന്നു. അതിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ, ദൈവവചനത്തിൻ്റെ സഹായത്തോടെ, ദൈവകൃപയുടെ സഹായത്തോടു കൂടി യഥാർത്ഥമായ ഒരു വിമോചനം പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള വിശുദ്ധി പ്രാപിച്ച് മുൻപോട്ട് പോകാനായിട്ടാണ് ഈ സന്ദേശങ്ങൾ. എപ്പോഴും ചികിത്സ ഫലപ്രദമാകണമെങ്കിൽ രോഗനിർണയം ശരിയായിരിക്കണം. ശരിയല്ലേ? ശരിയായ രോഗനിർണയമാണെങ്കിൽ ആ ചികിത്സ കറക്റ്റ് ആയിരിക്കും. പക്ഷെ രോഗം നിർണയിക്കുന്നതിൽ അല്ലെങ്കിൽ രോഗം കണ്ടെത്തുന്നതിൽ അപാകതകൾ സംഭവിച്ചാൽ ചികിത്സയും ഫലപ്രദമല്ലാതായി തീരും. എന്നുള്ളതുപോലെ തന്നെ കൃത്യമായി വചനത്തിൻ്റെ അകത്ത് നിന്ന് പാപം എന്താണ്, ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൻ്റെ അകത്ത് സർവശക്തനായ ദൈവം മാനവജാതിക്ക് വേണ്ടി സവിസ്തരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, അത് പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, അത് കണ്ടുപിടിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്താൽ നമുക്കിതിൽ നിന്നൊരു വിമോചനം പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് നടന്നു കയറുവാനായിട്ട് കഴിയും. നമ്മൾ ഇവിടെ വായിച്ച വാക്യത്തിൽ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, വ്യഭിചാരിണിയെ കണ്ട് തൃപ്തിപ്പെടാത്തവർ, അല്ലെങ്കിൽ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്നവർ. 2, പാപം കണ്ട് തൃപ്തിപ്പെടാത്ത കണ്ണുള്ളവർ. ഇത് രണ്ടും ചേർന്ന് പോകുന്ന വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ള പശ്ചാത്തലത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇതിൻ്റെ ഒരു വ്യാഖ്യാനങ്ങൾ എന്താണ്, ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളത് നാം എല്ലാവരും നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുകയാണ്. പത്രോസിന്റെ ലേഖനം 1-2
ലേഖനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അകത്തുണ്ട്. അത് ശ്രദ്ധിച്ചൊന്ന് വായിച്ചു പഠിക്കുന്നത് നന്നതാണ്. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം എഴുതിയ പശ്ചാത്തലം എന്ന് പറയുന്നത് കൊടിയ കഷ്ടതയിലൂടെയും പീഡനത്തിലൂടെയും ദൈവസഭ കടന്നുപോയപ്പോൾ ആ കഷ്ടതയ്ക്കകത്ത് അവർ ദൈവമഹത്വത്തിൽ ആനന്ദിക്കേണ്ടതിൻ്റെയും ആശ്രയിക്കേണ്ടതിൻ്റെയും ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ തങ്ങളുടെ കഷ്ടതയെ ചേർത്ത് മനസ്സിലാക്കിക്കൊണ്ട് ആ നിത്യതയിലേക്ക് യാത്ര ചെയ്തു പോകാനായിട്ടുള്ള പ്രബോധനമാണ് ഒന്നാമത്തെ ലേഖനത്തിലുള്ളത്. പക്ഷെ രണ്ടാമത്തെ ലേഖനം അല്പം വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായം എന്ന് പറയുന്നത്, നമ്മൾ വായിച്ച ഈ അധ്യായം എന്ന് പറയുന്നത് അന്ത്യകാലത്ത് ദൈവസഭകളിൽ ആത്മീക കൂട്ടായ്മകളിൽ സംഭവിക്കാൻ സാധ്യതകളുള്ള വലിയ വീഴ്ചകളെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കള്ള അപ്പോസ്തലന്മാർ, കള്ള ഉപദേശകന്മാർ, പാപത്തെ പ്രൊമോട്ട് ചെയ്യുന്നവർ, പാപബോധമില്ലാത്ത പ്രസംഗങ്ങൾ നടത്തുന്നവർ, ജനത്തെ മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും കൊണ്ടുവരാത്ത സന്ദേശങ്ങൾ, ജനത്തെ കച്ചവടമാക്കുന്ന, അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, ജനത്തെ വാണിഭമാക്കും. സത്യമല്ലേ? സുവിശേഷത്തെ വിറ്റ്, ജനത്തെ വിറ്റ്, പറയേണ്ടുന്ന പല കാര്യങ്ങളെയും മറച്ചു വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് അനുഗ്രഹത്തിലേക്കും നന്മകളിലേക്കും ഒക്കെ കൂടുതലായി ജനത്തെ ആകർഷിച്ച് വല്ലാത്തൊരു കുഴിയിലേക്ക് ആക്കി ഇട്ടിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ സന്ദേശം വളരെ ദൈവത്തിന് സ്തോത്രം പ്രസക്തമാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വായിച്ച ആ വാക്യം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. ഞാൻ അതിനെക്കുറിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വേഗത്തിൽ ആ വായിച്ച വാക്യത്തിലേക്ക് പോകാം. പാപം കണ്ടിട്ട് തൃപ്തി വരാത്ത കണ്ണുള്ളവർ. നോക്കുക, ഈ പാപം എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, പാപം എന്ന് പറയുന്നത് അതൊരു വലിയ ശക്തി തന്നെയാണ്. രണ്ട് അക്ഷരങ്ങളിൽ മാത്രം നമുക്കതിനെ ഒതുക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തന വിരസത ഉണ്ടാക്കുന്നത് കൊണ്ട് നിങ്ങളോട് പറയുന്നില്ല. പക്ഷെ ഒന്ന് ഓർമ്മപ്പെടുത്താം, പാപം പാപിയെ പാപബന്ധനത്തിലേക്കാക്കുന്നു. ഒരു പാപം മറ്റൊരു പാപത്തിലേക്ക് വഴി തുറന്ന് തുടർച്ചയായുള്ള പാപങ്ങളിലൂടെ പാപബന്ധനത്തിലേക്കും അടിമത്വത്തിലേക്കുമാക്കി അവൻ ഒരിക്കലും കടന്നു വരുവാൻ കഴിയാത്ത നിലയിൽ അവനെ തോൽപ്പിച്ചു കളയുന്നു. ഇതാണ് പാപം ചെയ്യുന്നത്. ഇത് ബൈബിൾ വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും ഇതിനെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് റോമാലേഖനം. അപ്പം ഇത് പാപത്തിൻ്റെ ഒരു സാർവലൗകികമായ അല്ലെങ്കിൽ സാർവലോക സ്വഭാവമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇതിനെ മനസ്സിലാക്കി ദൈവകൃപയിൽ ഇതിനെ നമുക്ക് ജയിക്കാനായിട്ട് പറ്റും. തോൽവിയല്ല, ജയമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിലേക്കൊക്കെ നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരാം. ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. കാരണം രണ്ടാം അധ്യായത്തിൻ്റെ തന്നെ 19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ ഏതിനോട് തോറ്റിരിക്കുന്നുവോ അതിന് അവൻ അടിമപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്തിനോട് തോക്കുന്നോ അതിന് നമ്മൾ അടിമപ്പെട്ടു പോവുകയാണ്, ഇല്ലേ? അതെന്തുമായിക്കൊള്ളട്ടെ, ഞാൻ ആ പാപത്തിൻ്റെ ലിസ്റ്റുകളൊന്നും നിങ്ങൾക്ക് നൽകുന്നില്ല. പക്ഷെ ഏത് തരത്തിലുള്ള പാപമാകട്ടെ, മദ്യപാനമാകട്ടെ, അഡിക്റ്റഡ് ടു പോർണോഗ്രഫി അല്ലെങ്കിൽ പോർണോഗ്രഫിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ദൈവത്തിന് സ്തോത്രം, ദുർനടപ്പുകളിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഏത് തരത്തിലുള്ള പാപമായിക്കൊള്ളട്ടെ, കോപമായിക്കൊള്ളട്ടെ, വശീകരിക്കപ്പെട്ടു പോകുന്നവർ, ഇത്തരത്തിലുള്ള എല്ലാ പാപത്തിലും തോറ്റുപോകുന്നവർ അതിനടിമകളായിത്തീരുന്നു, ഇല്ലേ? അതുകൊണ്ട് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തോൽക്കുന്നു എന്നുള്ള പദം. രണ്ടാം അധ്യായത്തിന്റെ 20 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്: കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ കുടുങ്ങിപ്പോയാൽ, എഴുതിയിരിക്കുന്നത് അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരും. അവിടെ എഴുതിയിരിക്കുന്ന പദം മാലിന്യം വിട്ടുപോയവർ, പോയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ, ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഇംഗ്ലീഷ് ബൈബിൾ വേർഷനാണ്, എൻ്റെ കയ്യിലുണ്ട്. അത് RSV, റിവേഴ്സ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ. NRSV, RSV ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് വെൻ ദേ ആർ എൻറ്റാങ്കിൾഡ് ഇൻ ദം ആൻഡ് ആർ ഓവർ പവേർഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കുടുങ്ങി ഓവർ പവറായി പോയാൽ, അതാണ് പ്രശ്നം. ഈ എൻറ്റാങ്കിൾഡ് എന്ന് പറയുന്ന പദം എബ്രായ ലേഖനം 12 അധ്യായത്തിൽ മുറുകെ പറ്റുന്ന പാപമാണ് എൻറ്റാങ്കിൾഡ്. ഞാൻ പറഞ്ഞു, ഒരു അതിവേഗത്തിൽ ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാലിൽ ഒരു കയറുകൊണ്ട്, ഒരു ബെൽറ്റ് കൊണ്ട് ബന്ധിക്കപ്പെട്ടാൽ അവന്റെ ഓട്ടം അവന് നടക്കത്തില്ല. അതാണ് എൻറ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എഴുതിയിരിക്കുന്നത് when they are entangled in them and are overpowered, അതാണ് വിഷയം. കുടുങ്ങുന്നു എന്ന് മാത്രമല്ല, ഓവർ പവർ ചെയ്യുന്നു. അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വീഴുന്നു എന്നുള്ളതല്ല. മനുഷ്യ ജീവിതത്തിൽ വീഴ്ചകൾ സർവ്വസാധാരണമാണ്.
തെറ്റുകൾ പറ്റാം, കുറ്റങ്ങൾ പറ്റാം. പക്ഷേ വീണടത്ത് കിടന്ന് ഉരുളുക എന്നുള്ളതല്ല, വീണതിൽ തോറ്റുപോവുക എന്നുള്ളതല്ല, തോൽവിയിൽ നിന്ന് നമ്മൾ കരകയറണം. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് ഈ സന്ദേശം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓവർ പവർ. സിൻ ഒരിക്കലും നമ്മളെ ഓവർ പവർ ചെയ്യാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കാതെ കൃപയാൽ നമ്മൾ അതിനെ ജയിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ വചനം നന്നായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ലോകത്തിന്റെ മാലിന്യം വിട്ടുപോയത്. ഇങ്ങനെ പറഞ്ഞു പോയാൽ എടുത്ത വാക്യത്തോട് വിശ്വസ്തത പുലർത്താൻ പറ്റത്തില്ല. സമയമൊട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ഇതൊരു വളരെ ദീർഘമായ ഒരു ടോപ്പിക്കാണ്. 10-15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പോകാം. പാപം കണ്ടിട്ട് തൃപ്തിപ്പെടാത്ത കണ്ണ്. നോക്കുക, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും 1 മണിക്കൂർ പ്രാർത്ഥിക്കാം, 1 മിനിറ്റ് മൊബൈൽ നോക്കാം. പക്ഷെ സംഭവിക്കുന്നത് എന്താ? 1 മണിക്കൂർ മൊബൈൽ നോക്കും, 1 മിനിറ്റ് പ്രാർത്ഥിക്കും. കാരണം മനുഷ്യന്റെ കണ്ണുകൾക്ക് ഒരിക്കലും തൃപ്തി വരുന്നില്ല എന്നുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സദൃശവാക്യം 27-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, പാതാളത്തിനും അതെ നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല, മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. എത്ര പാപം കണ്ടാലും തൃപ്തി വരത്തില്ല. രാത്രി മൊത്തം മൊബൈൽ നോക്കിയിരിക്കുന്നു, രാത്രി മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്നു, രാവിലെ എഴുന്നേറ്റ് പിന്നെ നോക്കുന്നു, തൃപ്തി വരുന്നുണ്ട്? തൃപ്തി വരത്തില്ല. സാറ്റിസ്ഫൈഡ് ആകുന്നു? ഇല്ല. മദ്യപാനികൾ ജീവിതം മൊത്തം കുടിച്ച് തീർത്തിട്ട് അവർക്ക് തൃപ്തി വരുന്നു? ഇല്ല. അപ്പൊ പാപത്തിന്റെ ഒരു കോമൺ ആയ ഒരു പ്രകൃതമാണിത്. തൃപ്തി ഒരിക്കലും വരത്തില്ല. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അതാണ്, തൃപ്തി വരാത്ത കണ്ണുള്ളവർ. അപ്പൊ പാപം കണ്ടാൽ എത്ര തൃപ്തി വരത്തില്ല. നമ്മൾ ചിന്തിക്കും ഇന്ന് ഒരു 2-3 മണിക്കൂർ എന്തെങ്കിലും കണ്ടാൽ തൃപ്തി വരും. ഒരിക്കലും ഇല്ല. നാളെ നമുക്ക് വീണ്ടും അതിനുള്ള ഒരു ദാഹമാണ്. കാരണം നമ്മുടെ കണ്ണുകൾ, പാപത്തിന്റെ ഒരു പ്രത്യേകതയാണ് തൃപ്തി വരാത്ത കണ്ണുള്ളവർ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പെട്ടെന്ന് ആ ഭാഗത്തിലേക്ക് പോവുകയാണ്. അടുത്തത് വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്നവർ. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാം. ഞാനിത് പൊതുവായിട്ട് പ്രസംഗിച്ചുവെങ്കിലും ഇവിടെ അപ്പോസ്തലനായ പത്രോസ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണെന്ന് നിങ്ങൾക്കറിയുമോ? ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചും കള്ളപ്രവാചകന്മാരെ കുറിച്ചുമാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയ നേതൃത്വത്തിന്റെ തലപ്പത്ത് നിൽക്കുന്നവരിൽ പോലും പലരും പാപത്തെ പ്രസംഗിക്കുന്നതിന് പകരം പാപത്തെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ മെസ്സേജ് കേട്ടിട്ട് ഒരാൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം പ്രസംഗിച്ച് കേട്ടിട്ടുള്ളത് പാപം ചെയ്യുന്തോറും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പാപത്തെ ദൈവം വെറുക്കുന്നു. പാപം കാണാതെ കണ്ണടച്ച് കളയുന്നവനാണ് ദൈവം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്ന എല്ലാ പാപത്തെയും ഒരിക്കലും ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. പക്ഷെ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിമോചനം പ്രാപിച്ച് വിമുക്തി പ്രാപിച്ച് വരുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. തൻ്റെ കരുണയും കൃപയും നമ്മുടെ മേൽ ചൊരിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എനിക്ക് അതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട്. 2-ാം അധ്യായം മുഴുവനും നിങ്ങൾ വായിച്ചു നോക്കുക. ഞാനൊരു 16ഓളം കൂട്ടം കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നാശകരമായ മതഭേദങ്ങൾ, ദുഷ്കാമ പ്രവർത്തികൾ, ദ്രവ്യാഗ്രഹത്തിന്റെ കൗശലം, ജനത്തെ വാണിഭമാക്കും, മലിനമോഹത്താൽ ജഡത്തെ അനുസരിക്കുന്നു, തന്നിഷ്ടക്കാർ, താൽക്കാലിക ഭോഗ തൃപ്തി സുഖമെന്ന് വിചാരിക്കുന്നവർ. ഇതെല്ലാം ആരാണെന്നറിയാമോ? ഇന്നത്തെ കാലത്തെ ടീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. സത്യമല്ലേ? ഇന്നത്തെ കാലത്തെ വിശ്വാസമാർഗം ഏറ്റവും കൂടുതൽ, ദൈവത്തിന് സ്തോത്രം, ജാതികളായ അല്ലെങ്കിൽ അക്രൈസ്തവരായ വ്യക്തികൾ പോലും വിശ്വാസമാർഗത്തെ തള്ളിക്കളയുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം, അംഗീകരിക്കാത്തതിൻ്റെ കാരണം, മാതൃകയില്ലാത്ത സാക്ഷ്യമില്ലാത്ത ജീവിതമാണ്. പ്രസംഗം മാത്രമേ ഉള്ളൂ. പാപത്തിന് ലൈസൻസ് കൊടുക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയും. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. യൂദായുടെ ലേഖനം 2-3 വാക്യങ്ങൾ പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവകൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. They perverted the grace of God into license to immorality. എന്ന് പറഞ്ഞാൽ ഇമ്മോറാലിറ്റിയിലേക്ക് പോകാനുള്ള ലൈസൻസ് ആക്കി ദൈവകൃപയെ മാറ്റിക്കളയുന്നു. ഇതൊരു വലിയ അപകടകരമായ പഠിപ്പീരാണ്. അങ്ങനെയെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിൽ പ്രകടമായ വ്യത്യാസം ഉണ്ടാകണം. ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഒരു 2nd എപ്പിസോഡായിട്ട് വേണമെങ്കിൽ ഇടാം. ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ പലതും പറഞ്ഞില്ല, എനിക്ക് സമയമിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ പാപത്തെ ആസ്വദിക്കുകയല്ല, വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപത്തിൽ രസം കണ്ടെത്തരുത്. പ്രവാചകനായ യെഹസ്കേലിന്റെ പുസ്തകത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ, യെഹസ്കേലിന്റെ പുസ്തകം 9-ാം അധ്യായം നിങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന് സ്തോത്രം, ദൈവം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ന്യായവിധി യഹോവയുടെ ആലയത്തിലടക്കം ദൈവം അത് ചെയ്യുമ്പോൾ, ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം. ദേശത്തെ അകൃത്യവും ദേശത്തെ അധർമ്മവും അശുദ്ധിയും കണ്ട് കരയുന്നവരുടെ മേൽ നീ മാർക്ക് ചെയ്യുക, അവരെ നീ ഒഴിവാക്കുക, അല്ലാത്തവരെ ന്യായം വിധിക്കുക. എന്ന് പറഞ്ഞാൽ എന്താ? പാപം കാണുമ്പോൾ കുഞ്ഞെ നീ രസം കണ്ടെത്തരുത്. കൊള്ളാം, നല്ല കാഴ്ചകൾ, ഓ വണ്ടർഫുൾ, ആസ്വദിക്കാൻ കൊള്ളാമെന്നുള്ള ഒരു ചിന്തയാണ് കണ്ണുകളിലെങ്കിൽ ദൈവം ന്യായം വിധിച്ചിരിക്കും.
പക്ഷേ പാപം കാണുമ്പോൾ അയ്യോ എനിക്കത് യോജിച്ചതല്ലല്ലോ, ഞാനതിൽ സന്തോഷം കണ്ടെത്താൻ പാടില്ല എന്ന് പറഞ്ഞ് കണ്ണ് വലിച്ചു കളയുന്നവരായി മാറുക. ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളോട് പറയാം. ഉദ്ദേശിച്ച പല കാര്യങ്ങളും പറഞ്ഞില്ല. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പാപത്തിൽ നിന്നുള്ള വിമോചനമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ആമേൻ. കൂടുതലായി ദൈവത്തോട് ചേർന്ന് ജീവിപ്പാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.